നമ്മുടെ പല കുട്ടികളുടെയും ലൈഫിൻ്റെ അകത്ത് ലവ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 12, 13, 14 വയസ്സിൻ്റെ അകത്താണ്. മിക്കവാറും ആ കേസസിൻ്റെ അകത്ത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് 18 വയസ്സിന് മുമ്പേ പലരും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഈവൻ അത്രയും എഫക്റ്റഡ് ആയിട്ടുള്ള ലവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി പിന്നീട് അങ്ങോട്ട് ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി വരെ പലർക്കും കാണാറുണ്ട്. ഏർലി സ്റ്റേജസിൻ്റെ അകത്ത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്ത് അത് വീഡിയോ ആക്കി വെച്ച് പിന്നീട് നമുക്ക് ഒഴിവാവണം എന്നുള്ളൊരു സിറ്റുവേഷൻസിൻ്റെ അകത്ത് നമ്മൾ തോട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു വീഡിയോസും മറ്റും മാലക്കെട്ടായിട്ട് വരുന്ന പല സിറ്റുവേഷൻസും നമ്മൾ കണ്ടിട്ടുമുണ്ട്. ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പലരും ജീവിതം അവസാനിപ്പിച്ചതും നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ ഏർലി ലൈഫിൻ്റെ അകത്തൊരു അഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും മിനിമം ശ്രദ്ധിക്കുക. ഒന്നാമത് നാട്ടിൽ ആരെയും പ്രേമിക്കുക, സ്വന്തം നാട്ടിൽ ആരെയും പ്രേമിക്കാതിരിക്കുക. സ്വന്തം നാട്ടിൽ പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവിതാവസാനം വരെ അവരുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട അവസ്ഥയുണ്ടാവും. അപ്പം നമുക്കും അത് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസും ഫോട്ടോസും, ന്യൂഡിറ്റി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒരു കാരണവശാലും അയച്ചു കൊടുക്കാതിരിക്കുക. കാരണം അത് പിന്നെ അവർക്ക് കയ്യിലുള്ള ഒരു ടൂളാണ്. നിങ്ങൾ എത്ര കളിച്ച് കഴിഞ്ഞാലും പുറത്തോട്ടേക്ക് ചാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചു നിർത്താനും നിങ്ങളെ വേണേൽ യൂട്ടിലൈസ് ചെയ്യാനും വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും നിങ്ങളെ ഉപയോഗിക്കാം. പിന്നീടുള്ളതെന്ന് പറയുന്നത് മദ്യം, മയക്കുമരുന്ന് എന്നുള്ള കലാപരിപാടികൾ നിങ്ങളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ചാടിക്കോ. ആ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ശാശ്വതമായിരിക്കില്ല. അവർക്ക് ഉദ്ദേശം വേറെ പലതുമായിരിക്കും. നിങ്ങളെപ്പോലെ പല പെൺകുട്ടികളും പല ആൾക്കാരുമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടാവും. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മയക്കുമരുന്നിൻ്റെ കാരിയർ ആവാനുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും ചിലപ്പോൾ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പം നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തിട്ട് അവർക്ക് വീണ്ടും പൈസ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ലഹരി കണ്ടെത്താനുള്ള ഒരു സോഴ്സായിട്ട് നിങ്ങളെ മാറ്റും. നിങ്ങളെ പലരുടെയും കൂടെ പലർക്കും കാഴ്ച വെക്കാനുള്ള ചാൻസസും വളരെ 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 കൂടുതലാണ്. അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളെ മദ്യത്തിനോ അല്ലെങ്കിൽ ഡ്രഗ് യൂസിനോ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി വരുന്നതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പാണ്. പലരും ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ റിലേഷൻഷിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നീടാണ് അറിയുന്നുണ്ടാവുക അവരുടെ പാസ്റ്റ് എന്ന് പറയുന്നത് അത്രയും വേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ലൈഫും കാര്യങ്ങളും അവരൊരിക്കലും തരാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പോകും. അപ്പം നമ്മളെ വീട്ടുകാരെയും പിന്നെ ഉപേക്ഷിച്ചൊക്കെ ചില ആൾക്കാർ പോകുന്നുണ്ട്. ഇനി വേറെ എന്ന് പറയുന്നത് നിങ്ങളുടെ 18 വയസ്സിന് മുമ്പേ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോക്സോൻ്റെ വകുപ്പ് പ്രകാരം കേസിലാണ്. നിങ്ങളുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പോക്സോൻ്റെ വകുപ്പ് തന്നെ പെടും. പലരും ഇങ്ങനത്തെ കാര്യത്തിനകത്ത് ശ്രദ്ധിക്കാതെ ഫിസിക്കൽ റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും പോക്സോൻ്റെ വകുപ്പുള്ളത് കാരണം ചെറുപ്പക്കാരൻ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാവും. ശ്രദ്ധിക്കുക. ആ ഒരു കാര്യത്തിൻ്റെ അകത്തും വളരെ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുമ്പം ആദ്യം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊസസീവുള്ള റിലേഷൻഷിപ്പാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കംഫർട്ടായിട്ട് ഫസ്റ്റൊക്കെ തോന്നും. പിന്നീട് ഒരു കാലയളവ് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും കംഫർട്ടല്ല, ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് മാറുകയാണെങ്കിൽ, നമ്മൾ ക്ലോസ് ആയിട്ട് നിന്നിട്ടൊരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് മാറുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത് അവിടെയായിരിക്കും. കാരണം അന്നേരമാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുക നമ്മൾ അത്രത്തോളം പൊസസീവായിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അവരെ കുറച്ചെങ്കിലും മാറ്റാൻ ശ്രമിക്കുക. അവർ മാറുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ഫൈൻ. അതർവൈസ് ഇന്നും മാറുന്നില്ല, സ്ഥിരം ഇതേ കലാപരിപാടിയാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ആവാനുള്ള വകുപ്പ് പരമാവധി ശ്രമിക്കാം. പിന്നെ ചില വ്യക്തികളുണ്ട്, പേരെടുത്ത് ഞാൻ വേണേൽ പറയാം, അവർക്ക് വലിയ എന്തെല്ലോ ഇഷ്യൂസ് ഉണ്ട്, അസുഖമുണ്ട്, മറ്റേതാണ് മറിച്ചേതാണ്, അതുകൊണ്ട് കുറച്ച് ലവും കെയറിങ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻ്റൽ ആ അപ്രോച്ചുള്ള മനുഷ്യന്മാരെ പരമാവധി സൂക്ഷിക്കുക. അവർ ലൈഫിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഈ സെൻറ്റിമെൻറ്റ്സും വെച്ചിട്ടാണ് സർവൈവ് ചെയ്യുകയും പിടിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുക.
അങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. അവർ പറയും നിനക്കത് ചെയ്തു തരാം. പ്രത്യേകിച്ച് അവർ പൊസസീവും കൂടിയാണെങ്കിൽ പിന്നെ തീർന്നു, ചത്ത് ചത്ത് ചത്ത്. അതന്നെ മറ്റേ ഗുരുവായൂർ അമ്പലനടയിലുള്ള അതിൻ്റെ അകത്ത് ചത്ത് ചത്ത് ചത്തട്ടിന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതം കൊന്ന് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വലത്തോട്ടേക്കോ ഇടത്തോട്ടേക്കോ മുന്നോട്ടേക്കോ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ഒന്നിക്ക് അവരെ നിങ്ങൾ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എസ്കേപ്പ് ആവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ കൂട്ടിൻ്റെ അതായത് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ലൈഫിൻ്റെ അകത്തേക്ക് ഒതുങ്ങി നിൽക്കുക. ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. അത് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യുക. ഓക്കെ, ബൈ. നിങ്ങൾ റിലേഷൻഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക. കാരണം വേറൊന്നുമല്ലല്ലോ, നമ്മുടെയൊക്കെ ലൈഫ് തന്നെയല്ലേ നമ്മൾ കൊണ്ടുപോയിട്ട് തൊലക്കണ്ടല്ലോ എന്നുള്ളതാണ് പറയുന്നതാണ്. ബൈ.